ഹായ് എവരിവൺ, PSC ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 LDC എക്സാമിൻ്റെ ഭാഗമായിട്ട് കേരളവുമായി ബന്ധപ്പെട്ട പ്രതീക്ഷിത ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 50 ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ക്ലാസ് കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ബ്രിട്ടീഷുകാർക്കെതിരായ ഗറില്ല യുദ്ധത്തിൽ പഴശ്ശിയുടെ കേന്ദ്രം പുരളിമല. ബ്രിട്ടീഷുകാർക്കെതിരായ ഗറില്ല യുദ്ധത്തിൽ പഴശ്ശിയുടെ കേന്ദ്രം പുരളിമല. രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ് നടന്നിരുന്ന ക്ഷേത്രം കോഴിക്കോട് തളി ക്ഷേത്രം. രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ് നടന്നിരുന്ന ക്ഷേത്രം കോഴിക്കോട് തളി ക്ഷേത്രം. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവ് സ്വാതി തിരുനാൾ. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവ് സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ വനിതകളുടെ എണ്ണം 1. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ വനിതകളുടെ എണ്ണം 1. വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട വിശേഷപ്പെട്ട ഇനം മരച്ചീനി ശ്രീ വിശാഖ്. വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട വിശേഷപ്പെട്ട ഇനം മരച്ചീനി ശ്രീ വിശാഖ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ കഴ്സൺ പ്രഭുവിന് സമർപ്പിക്കപ്പെട്ട സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. രണ്ടാം ഈഴവ മെമ്മോറിയൽ കഴ്സൺ പ്രഭുവിന് സമർപ്പിക്കപ്പെട്ട സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. സെക്രട്ടേറിയറ്റ് ഭരണരീതി, പട്ടയ സമ്പ്രദായം, ജന്മിമാർക്ക് പട്ടയം നൽകൽ എന്നിവ ആരംഭിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായ്. സെക്രട്ടേറിയറ്റ് പട്ടയ സമ്പ്രദായം, ജന്മിമാർക്ക് പട്ടയം നൽകൽ എന്നിവ ആരംഭിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായ്. സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ ഊഴിയം. സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ ഊഴിയം. കേരള ഔദ്യോഗിക ഭാഷാ ആക്ട് 1969 അനുസരിച്ച് കേരളത്തിലെ ഔദ്യോഗിക ഭാഷകൾ മലയാളം, ഇംഗ്ലീഷ്. കേരള ഔദ്യോഗിക ഭാഷാ ആക്ട് 1969 അനുസരിച്ച് കേരളത്തിലെ ഔദ്യോഗിക ഭാഷകൾ മലയാളം, ഇംഗ്ലീഷ്. പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി. പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി. കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം ലഭിച്ച ആദ്യ വ്യക്തി VR കൃഷ്ണയ്യർ. കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം ലഭിച്ച ആദ്യ വ്യക്തി VR കൃഷ്ണയ്യർ. കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ വധിച്ച വർഷം 1600. കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ വധിച്ച വർഷം 1600. കേരളത്തിൽ ആദ്യത്തെ വനിതാ മന്ത്രി KR ഗൗരിയമ്മ. കേരളത്തിൽ ആദ്യത്തെ വനിതാ മന്ത്രി KR ഗൗരിയമ്മ. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നടത്തിയത് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നടത്തിയത് EV രാമസ്വാമി നായ്ക്കർ. കേരളത്തിൽ ഗവർണർ പദവി വഹിച്ച രണ്ടാമത്തെ വനിത രാം ദുലാരി സിൻഹ. കേരളത്തിൽ ഗവർണർ പദവി വഹിച്ച രണ്ടാമത്തെ വനിത രാം ദുലാരി സിൻഹ. സിക്കിൾ സെൽ അനീമിയ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വയനാട്ടിൽ. സിക്കിൾ സെൽ അനീമിയ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വയനാട്ടിൽ. ജീവകം B2 അപര്യാപ്തതയിൽ ഉണ്ടാകുന്ന രോഗം കീലോസിസ്. ജീവകം B2 അപര്യാപ്തതയിൽ ഉണ്ടാകുന്ന രോഗം കീലോസിസ്. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യ കുതിര പ്രൊമിത്യ. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യ കുതിര പ്രൊമിത്യ. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന സസ്തനി, ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഏക വരയാട് നീലഗിരി താർ. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന സസ്തനി, ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഏക വരയാട് നീലഗിരി താർ. ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന പാരമ്പര്യ സ്വഭാവവാഹകർ ജീനുകൾ. ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന പാരമ്പര്യ സ്വഭാവവാഹകർ ജീനുകൾ. വാർഷിക വലയങ്ങൾ കാണപ്പെടുന്ന ഭാഗം കാണ്ഡം. വാർഷിക വലയങ്ങൾ കാണപ്പെടുന്ന ഭാഗം കാണ്ഡം. കേരളത്തിൽ എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പത്തനംതിട്ട. കേരളത്തിൽ എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പത്തനംതിട്ട. ഉച്ഛ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് 0.21. ഉച്ഛ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് 0.21. മൗറീഷ്യസിൽ കാണപ്പെട്ടിരുന്ന വംശനാശം സംഭവിച്ച പക്ഷി ഡോഡോ.
മൗറീഷ്യസിൽ കാണപ്പെട്ടിരുന്ന വംശനാശം സംഭവിച്ച പക്ഷി ഡോഡോ. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യ പശു വിക്ടോറിയ. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യ പശു വിക്ടോറിയ. ഇന്ത്യയിൽ ചിക്കൻ ഗുനിയ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊൽക്കത്ത. ഇന്ത്യയിൽ ചിക്കൻ ഗുനിയ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊൽക്കത്ത. ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ച്. ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ച്. ആൺകൊതുകുകളുടെ ആയുസ് 10 ദിവസം. ആൺകൊതുകുകളുടെ ആയുസ് 10 ദിവസം. ആഴത്തിൽ നീന്തുന്ന പക്ഷി പെൻഗ്വിൻ. ആഴത്തിൽ നീന്തുന്ന പക്ഷി പെൻഗ്വിൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സന്യാസി ശിഷ്യൻ ശിവലിംഗ സ്വാമി. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സന്യാസി ശിഷ്യൻ ശിവലിംഗ സ്വാമി. ഗുരു ടാഗോർ സന്ദർശനവേളയിലെ ദിഫ്വാശി കുമാരനാശാൻ. ശ്രീനാരായണ ഗുരു ടാഗോർ സന്ദർശനവേളയിലെ ദിഫ്വാശി കുമാരനാശാൻ. ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമി. ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമി. SNDP യോഗത്തിൻ്റെ ആദ്യ മുഖപത്രം വിവേകോദയം. SNDP യോഗത്തിൻ്റെ ആദ്യ മുഖപത്രം വിവേകോദയം. SNDP യോഗത്തിൻ്റെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. SNDP യോഗത്തിൻ്റെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് R. സുകുമാരൻ. ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് R. സുകുമാരൻ. ശ്രീനാരായണ ഗുരു തൻ്റെ ഭാര്യയെക്കുറിച്ച് എഴുതിയ കൃതി കാളിമാല. ശ്രീനാരായണ ഗുരു തൻ്റെ ഭാര്യയെക്കുറിച്ച് എഴുതിയ കൃതി കാളിമാല. തിരുവനന്തപുരം ചാലയിൽ ശൈവപ്രകാശ് സഭ ആരംഭിക്കാൻ നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാടയ്യ. തിരുവനന്തപുരം ചാലയിൽ ശൈവപ്രകാശ് സഭ ആരംഭിക്കാൻ നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാടയ്യ. ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ ജന്മസ്ഥലം ആറാട്ടുപുഴ കാർത്തികപ്പള്ളി താലൂക്ക്. ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ ജന്മസ്ഥലം ആറാട്ടുപുഴ കാർത്തികപ്പള്ളി താലൂക്ക്. റെഡിമർ ബോട്ടപകടത്തിൽ മരിച്ച കവി കുമാരനാശാൻ. റെഡിമർ ബോട്ടപകടത്തിൽ മരിച്ച കവി കുമാരനാശാൻ. ഗുരുവിനെ ആദരിക്കാൻ റിസർവ് ബാങ്ക് നാണയം പുറത്തിറക്കിയ വർഷം 2005. ഗുരുവിനെ ആദരിക്കാൻ റിസർവ് ബാങ്ക് നാണയം പുറത്തിറക്കിയ വർഷം 2005. സ്വാമി വിവേകാനന്ദൻ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ചട്ടമ്പി സ്വാമികളെ. സ്വാമി വിവേകാനന്ദൻ മലബാറിൽ ഞാൻ യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ചട്ടമ്പി സ്വാമികളെ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആദ്യ ക്ഷേത്രം സ്ഥാപിച്ചത് എവിടെ? മംഗലം, ആലപ്പുഴ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആദ്യ ക്ഷേത്രം സ്ഥാപിച്ചത് എവിടെ? മംഗലം, ആലപ്പുഴ. ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ബോധോദയം ലഭിച്ച സ്ഥലം പിള്ളത്തടം ഗുഹ, മരത്തുവമല, കന്യാകുമാരി. ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ബോധോദയം ലഭിച്ച സ്ഥലം പിള്ളത്തടം ഗുഹ, മരുത്വാമല, കന്യാകുമാരി. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സ്ഥലം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സ്ഥലം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകൾ ഷോളയാർ, പെരിങ്ങൽകുത്ത്. ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകൾ ഷോളയാർ, പെരിങ്ങൽകുത്ത്. അരുവിക്കര ഡാം ഏത് നദിയിലാണ്? കരമനയാറ്. അരുവിക്കര ഡാം ഏത് നദിയിലാണ്? കരമനയാറ്. നിയമസഭാ മണ്ഡലങ്ങൾ, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ 140. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ 140. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ. ഏറ്റവും ചെറിയ ജില്ല, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കേരള സംസ്ഥാന ബന്ധപ്പെട്ടിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ് കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കാണ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.